തിരുവനന്തപുരം വർക്കലയിൽ ട്രെയിൻ യാത്രയ്ക്കിടെ പെൺകുട്ടിക്ക് നേരെ ആക്രമണമുണ്ടായ സംഭവത്തിൽ റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിന് അടൂർ പ്രകാശ് എം പി കത്തയച്ചു. പെൺകുട്ടിയുടെ ചികിത്സാ ചെലവ് റെയിൽവേ ഏറ്റെടുക്കണം, യാത്രക്കാരുടെ സുരക്ഷിതത്വം ഉറപ്പാക്കണം, ഇങ്ങനെയുള്ള അടിയന്തര നടപടികൾ സ്വീകരിക്കാൻ വേണ്ടിയാണ് അടൂർ പ്രകാശ് എം പി അശ്വിനി വൈഷ്ണവിന് കത്തയച്ചിരിക്കുന്നത്. എനിക്കൊരു കാര്യം കൂടി അഭിപ്രായമുണ്ട്. കേരളത്തിലെ എല്ലാ എം പിമാരും ചേർന്ന് നേരിട്ട് അശ്വിനി വൈഷ്ണവിനെ കണ്ട്, അദ്ദേഹം നല്ല മന്ത്രിയാണ്, മാത്രമല്ല ഒരുപാട് ഭരണപരിചയമുള്ള ഒരു IAS ഉദ്യോഗസ്ഥനായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ നേരിട്ട് കണ്ട് നമ്മളുടെ ഈ കമ്പാർട്ട്മെൻറ്റുകളിലും ബോഗികളിലുമെല്ലാം ഓട്ടോമാറ്റിക് ഡോറ് ഘടിപ്പിക്കാനുള്ള സാഹചര്യം ചെയ്യാൻ കഴിയും. കാര്യം ഈ നമ്മുടെ ഈ വെള്ളടക്കാരൻ ചെയ്തതുപോലെയുള്ള മദ്യപന്മാരുടെ അപരാധം ചെയ്യാൻ തയ്യാറുള്ള ഈ ഗോവിന്ദചാമിമാരെ പോലുള്ള ആൾക്കാരൊക്കെ ഇനിയും ട്രെയിനിൽ യാത്ര ചെയ്യും. മദ്യപിച്ച് മതോന്മത്തരായി വരുന്ന ആൾക്കാർക്ക് പെൺകുട്ടികളൊന്നും ഒരു പ്രശ്നമല്ല. അതുകൊണ്ട് ഈ ഓട്ടോമാറ്റിക്കായിട്ട് അടയുന്ന വന്ദേ ഭാരത് പോലെയുള്ള ട്രെയിനുകളുടെ ഡോറുകൾ ഉണ്ടാക്കണമെന്ന് ഒന്നടങ്കം ആവശ്യപ്പെടണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. അച്യുതൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നു. പറയാം അച്യുതൻ. നേരത്തെ കൊടിക്കുന്നിൽ സുരേഷ് എംപിയും ഈ ആവശ്യം, അതായത് ഈ വർക്കലയിൽ പെൺകുട്ടിക്ക് നേരെ ട്രെയിനിൽ വെച്ച് പെൺകുട്ടിക്ക് നേരെ ഉണ്ടായ ആക്രമണത്തിൽ റെയിൽവേ മന്ത്രിയുമായി ഒരു കൂടിക്കാഴ്ചയ്ക്ക് ശ്രമിച്ചിരുന്നു. എന്നാൽ അദ്ദേഹം സ്ഥലത്തില്ലാത്തതുകൊണ്ട് റെയിൽവേയുടെ മുതിർന്ന ഉദ്യോഗസ്ഥരുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുകയും ഇതേ ആവശ്യങ്ങൾ ഉന്നയിക്കുകയും ചെയ്തിരുന്നു. തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ അടൂർ പ്രകാശ് എംപി കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിന് ഒരു കത്തയച്ചിരിക്കുന്നത്. ആ കത്തിൽ പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്നത് ഇത്തരത്തിൽ ട്രെയിനിനകത്തുണ്ടാകുന്ന ആക്രമണങ്ങൾ അത് വളരെയേറെ ആശങ്കാജനകമാണ്. നേരത്തെ തന്നെ ഈ വിഷയം ഉന്നയിച്ചതുമാണ്. പക്ഷേ ഇപ്പോഴും ഒരു പരിഹാരം ഇതിലുണ്ടായിട്ടില്ല. യാത്രക്കാരുടെ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിന് അടിയന്തര നടപടികൾ എത്രയും വേഗം സ്വീകരിക്കണം. പെൺകുട്ടിയുടെ ചികിത്സാ ചിലവ് അത് റെയിൽവേ വഹിക്കണം. ഒപ്പം തന്നെ എല്ലാ കോച്ചുകളിലും മതിയായ സുരക്ഷാ ഉദ്യോഗസ്ഥരെയും അതുപോലെ തന്നെ CCTV ഉൾപ്പെടെയുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തണം എന്നീ ആവശ്യങ്ങളാണ് ഈ കത്തിൽ ഉന്നയിച്ചിരിക്കുന്നത്. കാരണം ഈ പല സംഭവങ്ങളും ഉണ്ടാകുമ്പോൾ അവിടെ മതിയായ RPFന്റെ ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യമില്ല. അതുകൊണ്ട് തന്നെ അതിലെല്ലാം ഉടനടി ഒരു പരിഹാരം ഉണ്ടാകണം എന്നാണ് ഈ കത്തിൽ പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്നത്. SKN. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.